സൗരക്കൊടുങ്കാറ്റെന്ന് കേട്ടിട്ടുണ്ടോ? ഇക്കഴിഞ്ഞ ആഴ്ച ഭൂമി ലക്ഷ്യമാക്കി വന്നത് 20 വർഷങ്ങൾക്കിടെയുണ്ടായ ഏറ്റവും തീവ്രമായ സൗരക്കൊടുങ്കാറ്റായിരുന്നു. സാറ്റലൈറ്റ് പ്രശ്നങ്ങൾ ഉൾപ്പെടെ പലതും ഉണ്ടായേക്കുമെന്ന് ശാസ്ത്രലോകം പേടിച്ചു. പക്ഷേ ചില നല്ല കാര്യങ്ങളുണ്ടായി. ആകാശത്ത് വർണ്ണവിസ്മയം വിടർന്നു. പല പല വർണ്ണങ്ങൾ തിളങ്ങി. അറോറ അഥവാ നോർത്തേൺ ലൈറ്റ്സ്. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ സാധാരണയായി കണ്ടുവന്നിരുന്ന ഈ പ്രതിഭാസം ലോകത്ത് മിക്കയിടങ്ങളിലും കാണാനായി. UK, US, റഷ്യ, കാനഡ, ഇവിടെ ഇന്ത്യയിൽ ലഡാക്കിലും ഈ വിസ്മയത്തിന് ജനങ്ങൾ സാക്ഷികളായി. എന്താണ് ഈ അറോറ അഥവാ ധ്രുവദീപ്തി? ആകാശത്ത് നിറങ്ങൾ ഒഴുകി നടക്കുന്നത് പോലെ തോന്നുന്ന മനോഹരമായ പ്രതിഭാസം. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും നല്ല രീതിയിൽ അറോറ പൊതുവെ കാണപ്പെടുന്നത്. നോർത്തേൺ ലൈറ്റ്സ് അഥവാ അറോറ കാണാനായി നിരവധി സഞ്ചാരികൾ ഈ രാജ്യങ്ങളിലേക്ക് എത്താറുണ്ട്. ദൈവത്തിന്റെ സമ്മാനമെന്നാണ് സ്വീഡനിലെ ജനങ്ങൾ അറോറയെ പണ്ടുകാലത്ത് കണ്ടിരുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശത്ത് ഇത് അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവത്തിൽ അറോറ ഓസ്ട്രാലിസ് എന്നും അറിയപ്പെടുന്നു. സൂര്യനാണ് ആകാശത്തെ ഈ വർണ്ണവിസ്മയത്തിനു കാരണം. നമുക്കറിയാം, സൂര്യൻ പ്രകാശം, ചൂട്, ചാർജുള്ള കണികകളും എല്ലാം ഭൂമിയിലേക്ക് പുറന്തള്ളുന്നുണ്ട്. ഇതിനെ സൗരവാദം അഥവാ സൗരക്കാറ്റ് എന്നാണ് പറയുന്നത്. ഭൂമിയെ ഈ സൗരവാദത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കാന്തിക മണ്ഡലമാണ്. സൂര്യനിൽ നിന്ന് എല്ലായ്പ്പോഴും ഒരേപോലെയല്ല ചൂടും പ്രകാശവും ഒക്കെ പുറന്തള്ളുന്നത്. ചിലപ്പോൾ സൂര്യന്റെ ഉപരിതലത്തിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്. ഈ പൊട്ടിത്തെറികളെ സൗരജ്വാലകൾ എന്നാണ് പറയുക. അപ്പോൾ പതിവിലും കൂടുതലായി ചാർജുള്ള കണികകളും വൈദ്യുത കാന്തിക തരംഗങ്ങളുമെല്ലാം പുറന്തള്ളപ്പെടും. ധ്രുവപ്രദേശങ്ങളിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് ശക്തി കുറവാണ്. സൂര്യനിൽ നിന്നുള്ള ചാർജുള്ള കണികകൾ കാന്തിക മണ്ഡലം കടന്ന് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കും. അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായി ഈ കണികകൾ കൂട്ടിമുട്ടും. അന്തരീക്ഷത്തിൽ ഓക്സിജൻ, നൈട്രജൻ തുടങ്ങി പല വാതകങ്ങളുമുണ്ട്. ഇവയിലേക്ക് കൂട്ടിമുട്ടിയാലോ? ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും നൈട്രജനും എല്ലാം ഈ കണികകളുടെ ഉയർന്ന ചാർജ് ലഭിക്കും. ഓക്സിജനും നൈട്രജനും എല്ലാം ഇങ്ങനെ ലഭിക്കുന്ന ഊർജം പുറന്തള്ളാൻ ശ്രമിക്കും. അതിവേഗം സഞ്ചരിക്കുകയും പ്രകാശം പുറന്തള്ളുകയും ചെയ്യും. ഓക്സിജൻ പച്ച, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളും നൈട്രജൻ പർപ്പിൾ, നീല നിറങ്ങളും പുറന്തള്ളും. ഇതാണ് നമ്മൾ കാണുന്ന വർണ്ണവിസ്മയം, അറോറ. ഭൂമിയിൽ മാത്രമല്ല ഈ പ്രതിഭാസം കാണാനാവുക. അന്തരീക്ഷവും കാന്തിക മണ്ഡലവുമുള്ള ഗ്രഹങ്ങളിൽ ഈ പ്രതിഭാസം ദൃശ്യമാണ്. വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളിൽ അറോറ ദൃശ്യമായിട്ടുണ്ടെന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ സൗരക്കാറ്റ് നമ്മുടെ സാറ്റലൈറ്റിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ തീവ്ര സൗര കൊടുങ്കാറ്റ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ പ്രതിസന്ധിയിലാക്കിയെന്നും എന്നാൽ അവ അതിജീവിക്കുന്നുണ്ടെന്നും എലോൺ മസ്ക് എക്സിൽ കുറിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വർണ്ണവിസ്മയം നേരിട്ട് കാണണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. നാം മനുഷ്യർ ഇതുവരെ അറിഞ്ഞതൊന്നും ഒന്നുമല്ല. ഇനിയും അറിയാൻ ഏറെയുണ്ട്. നമുക്കായി ഒട്ടേറെ അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുകയാണ് പ്രപഞ്ചം.